ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ രഞ്ജിത്തിൻ്റെ കേസ് വന്നതിന് ശേഷമുണ്ട് ഈ ആൾക്കാർ ശ്രീലക്ഷ്മി എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുവാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്നുള്ള രീതിയിൽ. ഒരുപാട് പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും. ഇതിന് മുമ്പ് ഇത് കണക്ക് ശ്രീലക്ഷ്മി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ട് ഇതിന് പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. പിടിപാടൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ആ സമയത്തുണ്ട് ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും നടക്കാതെ കേസൊന്നും എത്തിയതൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു യുവനടി ഇത് കണക്ക് വന്നിട്ടുണ്ട് ഈ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതറിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഈ ശ്രീലക്ഷ്മി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും ആൾക്കാർക്ക് ഇത് കണക്ക് ധൈര്യം വന്ന് പറയാൻ വന്നത് വലിയ കാര്യം തന്നെയാണ്. ഇത് കണക്കുണ്ട് ഈ ആൾക്കാർക്ക് ധൈര്യം കൊടുക്കണം. അതോടെ തന്നെ ഉണ്ട് ഈ യുവനടിക്കുണ്ടെങ്കിൽ ഒരു കൺഗ്രാറ്റ്സും പറയുന്നുണ്ട്. ഒരുപാട് പേരുണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലുണ്ടെങ്കിൽ അത് പറയത്തോലുമില്ല. അതുകൊണ്ടാണ് ഇതേപോലത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പിന്നെയും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ ഇനി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും ധൈര്യം ഉണ്ടാവരുത്. കാരണം ഇതിനകത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് കണക്ക് പ്രതികരിക്കണം. എന്നാൽ മാത്രമേ ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഒരു കാര്യം ഇനി നടക്കാതിരിക്കത്തുള്ളൂ എന്നായിരുന്നു ശ്രീലക്ഷ്മി പറഞ്ഞത്. ഇപ്പോൾ നോക്കിയാൽ പോലും രഞ്ജിത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു തെറ്റും ചെയ്തില്ല, എല്ലാവരും കൂടി ചെയ്ത് തന്നെ ഫ്രെയിം ചെയ്തതെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ ഇത് കണക്ക് അവിടെ സെറ്റിലുള്ള ആൾക്കാരും ബാക്കിയുള്ളത് ഇത് കണക്ക് നല്ല തെളിവുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനി ഇങ്ങനത്തുള്ള ഒരു കാര്യം നടക്കാതിരിക്കട്ടെ.